ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് കേരള ചരിത്രം, യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളെക്കുറിച്ചുമാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഞാൻ തരുന്നതൊക്കെ നോട്ട് എഴുതി പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാം നമുക്ക് ആക്കിയാൻ പറ്റും. മാക്സിമം സ്പീഡിൽ ഞാനിതെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തീർക്കാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ തുടങ്ങാം. കേരള ചരിത്രം, യൂറോപ്യന്മാരുടെ വരവും സംഭാവന. നമ്മുടെ LDCയുടെ ഒരു സിലബസിലെ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കാണ് കേരള ചരിത്രം എന്നുള്ളത്. അതിലെ ഒരു സബ് ടോപ്പിക്കാണ് യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തിയത് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ്. ഓക്കെ, യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തിയത് എപ്പോഴാണ്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ. മറന്നുപോകരുതേ. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയ വിദേശികളാരാണ്? അറബികൾ, ചൈനക്കാർ. യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തിയപ്പോഴാണ്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ. അതുപോലെ തന്നെ യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളാരാണ്? അറബികൾ, ചൈനക്കാർ. ഞാനീ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളിത് പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീടൊന്നും പഠിക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, നിങ്ങൾക്ക് അത് സെറ്റായിരിക്കും. പിന്നെ നമുക്ക് റിവിഷൻ്റെ സമയത്ത് നിങ്ങളങ്ങ് നോക്കിയാൽ മതി. ഓക്കെ, അടുത്തത് കടൽമാർഗം ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ്. കടൽമാർഗം ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് ആരാണ്? കൊളംബസ് ആണ്. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയ വിദേശികൾ അറബികൾ, ചൈനക്കാരാണ്. കടൽമാർഗം ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് ആരാണ്? കൊളംബസ്. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരികെ പോയ വിദേശികൾ ഡച്ചുകാർ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് പറയുക, നമ്മൾ ആദ്യത്തെ എന്തായതുകൊണ്ട് തന്നെ യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തിയത് എപ്പോഴാണ്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയ വിദേശികളാരാണ്? അറബികൾ, ചൈനക്കാർ. കടൽമാർഗം ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് ആരാണ്? കൊളംബസ് ആണ്. പിന്നെ ആദ്യമായി ഇന്ത്യ വിട്ടുപോയ വിദേശികൾ ആരാണ്? ഡച്ചുകാരാണ്. ഓക്കെ, യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണം എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ, അത് 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് മൂലമാണ്. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിക്കണം. കാരണം നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് കൂടുതലും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഓരോ സെൻറ്റൻസ് നമ്മൾ ഇതുപോലെ തന്നെ പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് കുറേ വിളിപ്പേര് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ യൂറോപ്യന്മാരുടെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ് ഞാനിവിടെ പറയുന്നത്. ഇത് ഇതുപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് ക്രാക്ക് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സിമ്പിളാണ്. നമുക്ക് നോക്കാം. പറങ്കികൾ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്. പരന്ത്രീസുകാർ ഫ്രഞ്ചുകാരാണ്. ഓക്കെ, പറങ്കികൾ പോർച്ചുഗീസുകാർ, പരന്ത്രീസുകാർ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാരാണ്. ലന്തക്കാർ എന്ന് പറഞ്ഞാൽ ഡച്ചുകാരാണ്. പറങ്കികൾ പോർച്ചുഗീസുകാർ, പരന്ത്രീസുകാർ ഫ്രഞ്ചുകാർ, ലന്തക്കാർ ഡച്ചുകാർ, ഡാനിഷുകാർ എന്ന് പറഞ്ഞാൽ ഡെൻമാർക്കുകാർ. അത് നമുക്ക് എളുപ്പമാണ്. ഡാനിഷ് രണ്ടും ഡായാണല്ലോ. ഓക്കെ, ഡാനിഷുകാർ എന്ന് പറഞ്ഞാൽ ഡെൻമാർക്കുകാർ. പറങ്കികൾ പോർച്ചുഗീസുകാർ, പരന്ത്രീസുകാർ ഫ്രഞ്ചുകാർ. ഓക്കെ, പറങ്കികൾ പോർച്ചുഗീസുകാർ, പരന്ത്രീസുകാർ ഫ്രഞ്ചുകാർ, ഡാനിഷുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻമാർക്കുകാർ, ലന്തക്കാർ ഡച്ചുകാർ, വെള്ളക്കാർ ബ്രിട്ടീഷുകാർ നമുക്ക് പണ്ടേ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. അതുപോലെ ഡാനിഷുകാർ എന്ന് പറഞ്ഞാൽ ഡാഡ രണ്ടും ഡായാണല്ലോ. അപ്പോൾ ഡെൻമാർക്കുകൾ അങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം പറങ്കികൾ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ, പരന്ത്രീസുകാർ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാർ, ലന്തക്കാർ എന്ന് പറഞ്ഞാൽ ഡച്ചുകാർ, പിന്നെ ഡാനിഷുകാർ ഡെൻമാർക്കുകാർ, വെള്ളക്കാർ ബ്രിട്ടീഷുകാർ. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം ആദ്യം തൊട്ട്. അപ്പോൾ യൂറോപ്യന്മാരുടെ വ്യാപാരത്തിനായി കേരള തീരത്തെത്തിയത് എപ്പോഴാണ്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ്. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യബന്ധം പുലർത്തുന്ന വിദേശികളാരാണ്? അറബികൾ, ചൈനക്കാർ. കടൽമാർഗം ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ച ആരാണ്? കൊളംബസ്. ആദ്യമായി ഇന്ത്യ വിട്ടുപോയ വിദേശികളാരാണ്? ഡച്ചുകാർ. യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണം 1453 ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് മൂലം. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? കുറച്ച് വിളിപ്പേരുകളാണ്. ഓക്കെ, അത് പറങ്കികൾ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ, പരന്ത്രീസുകാർ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാർ,
ലന്തക്കാർ, ഡച്ചുകാർ, ഡാനിഷുകാർ, ഡെൻമാർക്കുകാർ. പിന്നെ നമ്മൾ പഠിച്ചത് വളരെ സിമ്പിളാണ്. വെള്ളക്കാർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ, എല്ലാവർക്കും പണ്ടുതൊട്ടേ അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇതൊക്കെ കൃത്യമായി നോട്ട് എഴുതി പഠിക്കുക. നോട്ട് എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിക്കൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബൈ ഹാർട്ട്, ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് തന്നെ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഇതിലും നന്നായിട്ട് എനിക്ക് പറഞ്ഞു വെച്ചാൽ ഇപ്പം നമുക്ക് വീഡിയോ ഞാൻ ഓൾറെഡി വീഡിയോയിൽ വന്ന് നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ അതിന് ഒന്നും കൂടെ നല്ലതാണ്. പക്ഷേ അതിനെനിക്ക് സമയപരിമിതികൾ മൂലമാണ്, അത് കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ PPT ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി തരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ടിൽ ഇപ്പോൾ തന്നെ അധികം താമസിക്കാണ്ട് ഇടുന്നതായിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായും മാക്സിമം സ്പീഡിൽ ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായി ഫോളോ ചെയ്ത് പോയാൽ ഇപ്പം ടൈം ഉണ്ടല്ലോ, ഈ ഒരു ടൈം മതി നമുക്ക് മാക്സിമം നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ.